സുഹൃത്തുക്കളെ, വെൽക്കം ടു ഏബിൾ വ്ളോഗ്സ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ചാനലിലത്തെ. ആൻഡ് കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂർ ഫ്ലാറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് കോഴിക്കോടിലേക്ക് പോവുക. അപ്പോൾ കോഴിക്കോടിലേക്ക് പോകുമ്പോൾ ഞാൻ പോകുന്ന ബസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരള ബസ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബാക്കി മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്ത ബസ്സാണ്. അപ്പോൾ സംഭവം കുറച്ച് വെറൈറ്റി ബസ്സാണെന്നാണ് കേട്ടത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കി വീഡിയോ അവിടെ നിന്ന് കാണാം. ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ ബസ്സുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഊബർ ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം ഊബറും റാപ്പിഡും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറി നമ്മൾ ശാന്തിനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി 2 മണിയായി. 2:30ക്കാണ് ബസ്. ബ്ലോക്ക് കാരണം കുടുങ്ങി കിടക്കുക. ബ്ലോക്കിൽ അല്ല, ഹോണൊക്കെ ഭയങ്കര കേൾക്കുന്നു. അപ്പോൾ വണ്ടി നീങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്. ശാന്തിനഗർ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ്, വലിയ ദൂരമില്ല. പക്ഷേ ബ്ലോക്കാണ് പ്രശ്നം ഇവിടെ. ഇപ്പോൾ നമ്മൾ ശാന്തിനഗർ ബസ് ടെർമിനലിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് എനിക്ക് തോന്നുന്നു അവിടെ എവിടെയാണ് കിടക്കുന്നത്. തേർഡ് പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ठीक है भैया, നമ്മുടെ ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്ത ബസ്. ഇതിലാണ് നമ്മളിന്ന് പോകുന്നത്. കണ്ടോ, ഇതാണ് സാധനം. ഇതിൻ്റെ സൈഡിലൊരു ഡോർ, ഇവിടെ 2 ഡോറുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഡോറാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തുറക്കുന്നില്ല എന്ന് തോന്നുന്നു. ബാക്ക് ഡോറാണ് ഓപ്പൺ. അപ്പോൾ ബാക്ക് ഡോറിൽ കൂടെയാണ് കയറുന്നത്. നമ്മളിപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നല്ല സെറ്റപ്പാണ്. ഇവിടെ ബസ്സിൻ്റെ പുറകു വശത്തായിട്ട് ഇവിടെ വാഷ്റൂം ഉണ്ട്. ഇതല്ലേ വാഷ്റൂം, യൂറിനൽസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു അടുക്കള സെറ്റപ്പാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വാഷ്റൂമിൻ്റെ ഉള്ളിലാണുള്ളത്. കണ്ടോ, വാഷ് ബേസിൻ. ഒരു അടിപൊളി ടെക്നോളജി ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കണ്ടില്ലേ, സെറ്റപ്പാണ്. ഇറങ്ങാൻ നമുക്ക്. years later. നമ്മളങ്ങനെ അവസാനം കോഴിക്കോട് എത്തി. ബസ് ഇറങ്ങി. ഇപ്പോൾ 11:10 അല്ല 11:15 കഴിഞ്ഞു. അപ്പോൾ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ബസ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു 1 hour ലേറ്റ് അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ലേറ്റ് ആയല്ലോ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയാൽ ഫുഡ് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങളെ കൊത്തു പൊറോട്ട കഴിക്കുന്നത്. ചായ ഞാനവിടെ ജംഗ്ഷൻ്റെ അവിടെ അപ്പുറത്ത്. വാ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വന്നിരിക്കുക. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഓവറോൾ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ബസ്സിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂം ഉണ്ട് ബസ്സിൽ. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയാൻ. അല്ലാണ്ട് പിന്നെ കുറച്ചും കൂടെ ഫാൻസിയാണ്, കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ഒക്കെയാണ്. ഉള്ളിലും ഒക്കെ നല്ല രസമാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ സ്വിഫ്റ്റ് ഗരുഡ ബസ്സുണ്ട്, കേരള KSRTCയുടെ. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് വണ്ടി. ജസ്റ്റ് വാഷ്റൂം ഉണ്ടെന്നേ ഉള്ളൊരു വ്യത്യാസം. നല്ലൊരു ജേണി ആയിരുന്നു. ഇനിയിപ്പോൾ ഉറങ്ങണം, പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങണം. അപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഇത് കാണാൻ പറ്റും ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നു. ഷെയറൊക്കെ ചെയ്തോളാം.
ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനിയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.